SDPI പള്ളുരുത്തി വെസ്റ്റ് കോർപ്പറേഷൻ കമ്മിറ്റി പൗരത്വ നിയമത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാം ഒന്നിച്ചെതിർക്കാം എന്ന പ്രമേയമുയർത്തി കച്ചേരിപ്പടി കോർപ്പറേഷൻ ചിൽഡ്രൻസ് പാർക്കിൽ പൗരസംഗമവും സമൂഹ ഇഫ്താറും സംഘടിപ്പിച്ചു. കേരളത്തിൽ ആസാമിൽ മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് വ്യാപകമായി NRC കൊണ്ടുവരുമെന്ന് BJP പ്രഖ്യാപിക്കുന്നു. 2014 BJP അധികാരത്തിലേക്ക് വന്നു. അധികാരത്തിലേക്ക് വന്ന ഉടനെ തന്നെ NRCയുടെ ചർച്ച ഡെവലപ്പ് ചെയ്തു. ആസാമിലെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് അന്ന് 2004 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആസാമിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? ആസാമിന് മുഖ്യമന്ത്രിയായി വന്നത് സർബാനന്ദ് സോനോവാൾ. ആരുടെ മുഖ്യമന്ത്രി? BJPയുടെ മുഖ്യമന്ത്രി. ആരായിരുന്നു സർബാനന്ദ് സോനോവാൾ? ആസാമിലെ മണ്ണ് ആസാമികൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആസാമികളായ പല ആളുകളെയും ബംഗ്ലാദേശുകാരനെ ചാപ്പകുത്തി രാജ്യത്തിന് പുറത്തു കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും സുപ്രീം കോടതിയിലേക്ക് പരാതി കൊണ്ടുവരികയും ചെയ്ത പൗരസംഗമത്തിന് SDPI പള്ളുരുത്തി വെസ്റ്റ് കോർപ്പറേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് കോർപ്പറേഷൻ സെക്രട്ടറി സിറാജ് ബഷീർ സ്വാഗതം ആശംസിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയെയും മതേതരത്വത്തെയും വെല്ലുവിളിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് പോരാടണമെന്ന് പൗരസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SDPI സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ സംസാരിച്ചു. വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുമയ്യ സിയാദ്, വുമൺ ഇന്ത്യ മൂവ്മെന്റ് തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി സുറുമി അബു, വിമൺ ഇന്ത്യ മൂവ്മെന്റ് ഏരിയ പ്രസിഡന്റ് നസീമ അക്ബർ, SDPI തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി റാഷിദ് നെട്ടൂർ എന്നിവർ പൗരസംഗമത്തിന് ആശംസകൾ അർപ്പിച്ചു. പള്ളുരുത്തി വെസ്റ്റ് കോർപ്പറേഷൻ കമ്മിറ്റി ട്രഷറർ അനീഷ് നന്ദി അർപ്പിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.